എനിക്കിനി പറയാനുള്ളത് വോട്ട് മെഷീൻ കിടക്കുന്ന ഭാഗം തുറന്നില്ലേ. ഇനി ഇനി എല്ലാ ജില്ലയിലും തൃശ്ശൂർ ജില്ല എല്ലാ ജില്ലകളിലും BJP ജയിക്കും. ഇനിയില്ല BJP ഉള്ളിൽ കയറില്ലേ. ആ വോട്ട് മെഷീൻ്റെ ഭാഗത്തേക്ക് BJP കയറില്ലേ. ഇനി അവിടെ എന്താ പറയുക, BJP ജയിക്കും എല്ലാ ജില്ലയിലും. തൃശ്ശൂർ ജില്ല ഇവിടെ, എറണാകുളം ജില്ല ഇവിടെ, മലപ്പുറം ജില്ല ഇവിടെ, എല്ലാ ജില്ലയിലും ഇനി BJP ജയിക്കും. അവന്മാർ ഉഡായിപ്പ് കാണിച്ചിട്ട് ജയിക്കുള്ളൂ. അവർക്ക് നല്ല രീതിയിൽ ജയിച്ചുകൂടെ. ഇനി ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നടക്കാനായിരിക്കും. മുസ്ലിംസിനെ കൊല്ലട്ടെ, ബീഫിൻ്റെ പേരിലും മറ്റേ പേരിലൊക്കെ കൊല്ലട്ടെ മുസ്ലിംസിനെ. അപ്പോൾ സമാധാനം ആവുള്ളൂ. നിങ്ങൾക്കൊക്കെ കൊല്ലുക. നിങ്ങൾ കള്ളോട്ട് ചെയ്യാണ്ട് ജയിച്ചുകൂടെ BJPക്കാരോട് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്? കയറാൻ പാടില്ലല്ലോ. വോട്ട് മെയ് 4-ാം തീയതി ആവുന്നവരെ ചെക്കിൻ്റെ അന്ന് മാത്രമേ കയറാൻ പാടുള്ളൂ. അന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു അവരെ കയറാൻ പാടുള്ളൂ. അതിന് കയറാൻ പാടില്ലല്ലോ. എന്തിനാണ് കയറ്റിയത്? അപ്പം കോൺഗ്രസ്സുകാർക്കും കയറിക്കൂടെ അതിനുള്ളിൽ, കോൺഗ്രസ്സുകാർ ലീഗുകാർക്കും കയറാനുള്ളിൽ. നിങ്ങൾ ചെക്ക് ചെയ്യണം അവരെന്താ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. നിങ്ങളും ചേരണം. ലീഗിൻ്റെ ആൾക്കാരും കോൺഗ്രസിൻ്റെ ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യണം അവരെന്താ ചെയ്യണം നോക്കണം. നിങ്ങൾ നോക്കാതെ നിന്നിട്ട് ഇനി എല്ലാത്തും BJP ജയിക്കും. ഇതെല്ലാവരും ഇത് അന്നത്തെ സുരേഷ് ഗോപി 4-5 വോട്ടാണ് 10 വോട്ടാണ് കഴിഞ്ഞ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 10 വോട്ട് ചെയ്തതാണെന്നൊക്കെ പറയണ്ടേ. എന്തിനാ ഞാൻ സന്തോഷിച്ച്. ഇനി BJP ഉടായ്പ കാണിക്കാൻ പറ്റില്ല, ക്യാമറ വെച്ചല്ലോ. ഇനി ഉടായ്പ കാണിക്കില്ല, കയറില്ലേ. ഇനി ഉടായ്പ വെച്ച് കാണിച്ചിട്ടുണ്ടാവും അതിനുള്ളിൽ പോയി. ഇനി എല്ലാ ജില്ലകളിലും BJP ജയിക്കും. നിങ്ങൾ കോൺഗ്രസ് അതിൻ്റെ ഉള്ളിൽ കയറണം. കോൺഗ്രസും ലീഗും എല്ലാ മാർക്സിസ്റ്റുകാരും അതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം അവരെന്താ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ നോക്കണ്ടേ. ഇനി എന്താ പറയാനാ? ഓക്കെ.